ിട്ട് മുളച്ചു വരുന്നത് അതൊക്കെ കണ്ടിട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പൊക്കാളി കൃഷിയെക്കുറിച്ച് അദ്ദേഹം ഒരു ഡോക്യുമെന്ററി സ്വന്തമായിട്ട് കാശ് മുടക്കി അദ്ദേഹം അത് ചെയ്യുകയും അതിലൂടെ ഈ കൃഷിക്കാർക്ക് കിട്ടാത്ത പല കാര്യങ്ങളിലും അദ്ദേഹം ആത്മരോഷം കൊള്ളുന്ന വ്യക്തിയായിരുന്നു. സിനിമയുടെ സബ്ജക്റ്റ് അല്ലാതെ ലോകത്ത് എന്ത് സംഭവം നടന്നാലും അതിനൊക്കെ എന്ത് പറഞ്ഞാലും അതിനൊക്കെ പുള്ളി ആത്മരോഷം കൊണ്ട് അതിന് കൃത്യമായ മറുപടി കൃത്യമായിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു ഈ സലീം എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു, മരണത്തെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് ഇന്റർവ്യൂകളിൽ പറയാറുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി യാതൊരു ആചാരങ്ങളും വേണ്ട, പൂജ വേണ്ട, ഒരു പ്രാർത്ഥനയും വേണ്ട. അതൊരു എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ഞാനും എൻ്റെ കുടുംബത്തോട് പറയാറുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ഒരു ആചാരങ്ങളും വേണ്ട എന്ന് പറയാറുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ പറയുന്ന മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് സലീമാണ്. സലീം ഈ സിനിമയുടെ തുടക്കം മുതൽ ഈ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. സലീം അഹമ്മദായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ സലീം നേരത്തെ പറഞ്ഞല്ലോ, സലീം പഴയൊരു മിമിക്രി കലാകാരനായിരുന്നു. ഞങ്ങളൊക്കെ പണ്ട് കോമഡി മിമിക്സും പിന്നെ ഞാനും എന്ന പ്രോഗ്രാമിലും അതിലും ഞാൻ ചെയ്തിരുന്ന മിസ്റ്റർ ആൻഡ് മിസ്സിസ് പണിക്കർ എന്നൊരു പ്രോഗ്രാമിന്റെയൊക്കെ തുടക്കം സ്ക്രിപ്റ്റ് എഴുതിയ വ്യക്തി കൂടെയാണ്. ആ ഒരു വ്യക്തിയുടെ ഒരു ട്രാൻസ്മിഷൻ അത് പോയി പുള്ളി വേറൊരു ലെവലിൽ നമ്മളുടെ ഡിഗ്രിയിൽ നിന്നും ഒരു 90% മുകളിലോട്ട് പോയി ഇന്റർനാഷണൽ ലെവലിൽ ഒരു സംവിധായകനായി മാറുകയാണ്. അപ്പൊ എന്നോടൊപ്പം വർക്ക് ചെയ്ത മറ്റൊരു വ്യക്തിയാണ് ബിനിരാജ് കലാപീഠം. ഞങ്ങളൊക്കെ ഒരു തട്ടകത്തിൽ നിന്ന് പണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതിപ്പോഴും പുള്ളി പറയാൻ മടിക്കുന്നില്ല എന്നുള്ളതാണ് സലീം അഹമ്മദിന്റെ ഒരു നല്ല ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സലീം കുമാറിനെ കുറിച്ച് പറഞ്ഞാൽ തീരാത്ത കഥകളാണ്. തമാശകളുടെ ഒരു രാജകുമാരനാണ്. എന്ത് സംഭവം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാലും പുള്ളി അവിടെ ഒരു കോമഡി പറയും. 15 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡോക്ടറേറ്റ് കിട്ടി. അന്ന് ഇബ്രാഹിം കുഞ്ഞ് മിനിസ്റ്ററാണോ എനിക്ക് തന്നത്, ഷെയ്ഖ് പരീദ് ആണ് കളക്ടർ. അപ്പൊ പത്രങ്ങളിലൊക്കെ ഇത് ന്യൂസ് വന്നു, ഡോക്ടറേറ്റ് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാനത് സാധാരണ നോട്ടീസുകളിൽ വെക്കാറില്ല. പത്രങ്ങളിൽ ന്യൂസ് വന്നു. രാവിലെ 7:30 മണിയായപ്പോൾ സലീമിന്റെ ഫോൺ വന്നു. പ്രസാദേട്ടനാണോ? ഡോക്ടർ പ്രസാദാണോ എന്ന് ചോദിച്ചു. അതെ, എനിക്ക് രാവിലെ നല്ല തലവേദനയും ഷർദിലും ഉണ്ട്, ഒരു മരുന്നൊന്ന് എഴുതി തരുമോന്ന് ചോദിച്ചു. അതും പുള്ളി ഒരു ഹ്യൂമറിലാണ് അന്ന് അവതരിപ്പിച്ചത്. എന്നിട്ട് പുള്ളി തന്നെ അങ്ങ് ചിരിക്കും. അതാണ് പുള്ളിയുടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടറിയുക. പുള്ളി തന്നെ പറഞ്ഞിട്ട് പുള്ളി തന്നെ അതങ്ങോട്ട് ചിരിച്ച് അത് പുള്ളി അങ്ങ് പാസ്സാക്കും. ഈ അടുത്ത് ആബേലച്ചനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ ചാവറയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നിരിക്കുന്ന വ്യക്തി ആബേലച്ചൻ എവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പൊ ആബേലച്ചന്റെ